യുദ്ധം 10 ദിവസത്തേക്ക് നിർത്തുമെന്ന് ട്രംപിന്റെ പുതിയ പ്രഖ്യാപനം. ഏപ്രിൽ 6 വരെ ഇറാന്റെ ആണവ ഊർജ്ജ നിലയങ്ങൾ ആക്രമിക്കില്ല. തീരുമാനം ഇറാന്റെ അഭ്യർത്ഥന പ്രകാരമെന്നും അവകാശവാദം. യുഎസുമായി കരയുദ്ധത്തിന് സജ്ജമെന്ന ഇറാൻ 10 ലക്ഷത്തിലധികം സൈനികരെ സജ്ജമാക്കുന്നുവെന്ന് അവകാശവാദം. റിക്രൂട്ട്മെന്റ് സെന്ററുകളിലേക്ക് യുവ വോളണ്ടിയർമാർ ഒഴുകിയെത്തുകയാണെന്നും ഇറാൻ. യുദ്ധപ്രതിസന്ധി സംസ്ഥാനങ്ങളുമായി ചർച്ച ചെയ്യാൻ കേന്ദ്രം. പ്രധാനമന്ത്രി ഇന്ന് മുഖ്യമന്ത്രിമാരുമായി വീഡിയോ കോൺഫറൻസിംഗിൽ ചർച്ച നടത്തും. തെരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ പങ്കെടുക്കില്ല. ഇറാൻ ആക്രമണത്തിൽ 13 അമേരിക്കൻ സൈനിക താവളങ്ങൾ തകർന്നുവെന്ന് റിപ്പോർട്ട്. മധ്യപൂർവേഷ്യയിൽ ഉടനീളം നിരവധി താവളങ്ങൾ വാസയോഗ്യമല്ലാതായി. സൈനിക കേന്ദ്രങ്ങൾ ഉപേക്ഷിക്കാൻ അമേരിക്കൻ സൈന്യം നിർബന്ധിതരായെന്നും റിപ്പോർട്ട്. റിമോട്ട് വാർ എന്ന് വിശേഷിപ്പിച്ച് അമേരിക്കൻ ഉദ്യോഗസ്ഥർ. ഹോർമുസ് കടലിടുക്കിൽ പുതിയ നീക്കവുമായി നാവികസേന. ഇന്ത്യൻ കപ്പലുകളെ സുരക്ഷിതമാക്കി എത്തിക്കാൻ ഓപ്പറേഷൻ ഊർജ്ജ സുരക്ഷ. 20 കപ്പലുകളുടെ യാത്ര സുരക്ഷിതമാക്കാൻ 5 പടക്കപ്പലുകൾ, ഒരു LPG ടാങ്കർ കൂടി ഇന്ന് ഇന്ത്യൻ തുറമുഖത്ത്. അമേരിക്കയുടെ സാംസ്കാരിക സ്ഥാപനങ്ങളിൽ ഇനി ട്രംപിന്റെ പേരും രൂപവും. പുതുതായി അച്ചടിക്കുന്ന എല്ലാ US പേപ്പർ കറൻസികളിലും ട്രംപിന്റെ ഒപ്പും. തീരുമാനവുമായി US ട്രഷറി ഡിപ്പാർട്ട്മെന്റ്. ട്രംപിന്റെ മുഖമുള്ള സ്വർണ്ണ നാണയവും വരും. സ്ഥാനാർത്ഥി ചിത്രം പൂർണ്ണമായതോടെ സംസ്ഥാനം തെരഞ്ഞെടുപ്പ് ആവേശത്തിലേക്ക്. വിവിധ മണ്ഡലങ്ങളിലേക്ക് കൂടുതൽ നേതാക്കൾ. മുഖ്യമന്ത്രി ഇന്ന് തൃശൂരിൽ. പ്രതിപക്ഷ നേതാവിന്റെ റോഡ് ഷോ തിരുവനന്തപുരത്ത്. പ്രധാനമന്ത്രി മറ്റന്നാൾ കേരളത്തിൽ. രണ്ടായിരത്തി 24-25 സാമ്പത്തിക വർഷം ദേശീയ പാർട്ടികൾക്ക് ലഭിച്ച സംഭാവനയിൽ വലിയ വർധനവ്. സിംഹഭാഗവും BJPക്ക്. BJPയുടെ കോർപ്പറേറ്റ് വിഹിതം മാത്രം 5717 കോടി. കോൺഗ്രസിന് 517 കോടി രൂപ മാത്രം. ആകെ പാർട്ടികൾക്ക് കിട്ടിയത് 6648.563 കോടി. പ്രതിഭയ്ക്കെതിരായ പരാമർശത്തിൽ കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.